പ്രചാരണത്തിന്റെ 3ാം ഘട്ടത്തിലെത്തി. ഇപ്പൊ കൂടുതൽ ആത്മവിശ്വാസം, കൂടുതൽ ആൾക്കാര്, കൂടുതൽ ജനക്കൂട്ടം, അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. പക്ഷെ ജനക്കൂട്ടമല്ലല്ലോ പ്രധാനം. അവരടുത്ത് അഭ്യർത്ഥന നടത്തി അവർ എന്താണ് നമുക്ക് ഫലപ്രദമായിട്ട് ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയും അതുവഴി അവരുടെ ജീവിതത്തിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയാണ് പിന്നെ എൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നത്, ആ ഉത്തരവാദിത്വം കിട്ടിയാൽ ഉറപ്പായിട്ടും നിറവേറ്റും എന്ന് പറയുന്നത് കാര്യകാരണ സഹിതം അവരെ പറഞ്ഞ് മനസ്സിലാക്കും. പല വിഷയങ്ങൾ പ്രചാരണത്തിൽ വന്നിരുന്നു. വികസനം ശരിക്കും ഈ ഒരു ഘട്ടത്തിലൊക്കെ ശരിക്കും ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നുണ്ടോ? വികസനം ചർച്ചയാക്കരുതെന്നുള്ള അവരുടെ നിർബന്ധം കൊണ്ട് കടന്നു വരാതിരിക്കും. ഞാൻ പക്ഷെ അതിൽ ഫോക്കസ് ചെയ്തു. പ്രധാനമന്ത്രി വീണ്ടും വന്നു, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് തൃശ്ശൂരിൽ? ഒരിക്കലുമില്ല, അങ്ങനെ ഒരിക്കലും പറയാനൊക്കത്തില്ല. തിരുവനന്തപുരത്തും ഇപ്പൊ ഈ വർഷം തന്നെ 2 പ്രാവശ്യം വന്നില്ലേ?